നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തൂക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ കുറേ താമസിച്ചു കേട്ടോ. ഇന്നൊരു 8 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തൂക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതുവരെയുള്ള രാവിലെ അടുക്കളയിലെ ജോലികളെല്ലാം ഞാൻ തീർത്തു. ഉച്ചവരത്തേക്കുള്ള എല്ലാ പണികളും ഞാൻ തീർത്തായിരുന്നു. പിന്നെ രാവിലത്തേക്ക് പൂരി ചുട്ടാൽ മതിയായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞാൻ റോഡിൽ കാണിക്കുന്നത് ഞാൻ തൂത്ത് മാറ്റുന്നത് പുളിയിലയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കാണത്തില്ലല്ലോ, പുളിയുടെ പൂവാണ്, ഇലയല്ല. ഇലയുടെ ഒപ്പം തന്നെ പൂക്കളും കൂടെ കൊഴിയുന്ന സമയമാണ്. അപ്പോൾ നല്ല കഷ്ടപ്പാടാണ്. രാവിലെ അത്യാവശ്യം നല്ലൊരു പണിയാണ് കേട്ടോ. ഞാനാണെങ്കിൽ വീടിൻ്റെ അങ്ങേയറ്റം ആ ഒരു മതിലിൻ്റെ അങ്ങേയറ്റം വരെ ഞാൻ തൂക്കും, ഈ അറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ കേട്ടോ. അപ്പോൾ അത് മുഴുവൻ തൂത്ത് ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഒരു സമാധാനം. അടുക്കളയിൽ നിന്ന് രാവിലെ ജോലി ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കിത് ചെയ്ത് കഴിഞ്ഞാലേ എനിക്കൊരു ശരിക്കും സമാധാനത്തോടെ ഞാൻ അടുക്കളയിൽ നിൽക്കത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നത് വരെ, തൂത്ത് കഴിയുന്നത് വരെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, അയ്യോ തൂത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനവിടെ തൂത്തുകൊണ്ട് നിന്നപ്പോഴാണ് മുന്നത്തെ വീട്ടിലെ ചേട്ടൻ എന്നോട് ചോദിച്ചത്, ഇന്ന് ഞങ്ങളുടെ ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി വരുന്നുണ്ടായിരുന്നേ. തിരുവല്ലയിലായിരുന്നു, പക്ഷേ ഇവിടെയാണ് NS കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് പുള്ളി വന്നത് കേട്ടോ. അപ്പം അത് അവിടെ കാണാൻ പോകുന്നുണ്ടോയെന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു. അപ്പം ഞാൻ പോയില്ല. അപ്പം ഞാൻ പോകുന്നില്ല, അവിടെ ചിലർക്കൊക്കെ പാസ് കിട്ടുമോ അങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടു. അപ്പം എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതെ കുഞ്ഞ് എൻ്റെ ഒപ്പം റോഡിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ തൂക്കുന്നതിന് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നതാണ്. പിന്നെ ഞാൻ മുറ്റം ആപ്പാടെ കുറച്ച് മുറ്റമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ മുറ്റം തൂക്കലൊരു രാവിലെ നല്ലൊരു അധ്വാനമാണ് കേട്ടോ. ഒന്നാമത് നല്ല ചൂടല്ലേ. പിന്നെ ഇത് കുഞ്ഞിയുടെ കുറേ പുല്ലുകളാണ് കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടമാനം വളർന്ന് താഴോട്ട് ഇറങ്ങിയേ. അപ്പം ഞാനത് പറിക്കുന്നതിന് അവൾ വന്നതാണ് കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്ക് വന്ന് നിൽക്കുന്നതാണ്, അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൾ മാന്തി തരുകയും ചെയ്യും. ഞാനത് കാരണം അത് അവിടെ ഇട്ടേച്ചിങ്ങ് പോയിരുന്നു, പിന്നെ തൂക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ ഇതാണ് ജെറേനിയത്തിലെ പൂ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. 3 എണ്ണത്തിലും പൂ വന്നിട്ടുണ്ട്. ഇനി ബാക്കി 3 എണ്ണം നിപ്പുണ്ട്, അതിലൊന്നും പൂക്കളായിട്ടില്ല. 10 മണി ചെടിയിലും പൂ വന്നിപ്പുണ്ട്. ഇത് പിന്നെ മാൻഡിവില്ല ഒരെണ്ണം ഉള്ളത് പിങ്ക് കളറാണ്. ഇതിനകത്ത് പക്ഷേ പൂ ഇതുവരെ വരുന്നില്ല. നമ്മൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പം പൂക്കളുണ്ടായിരുന്നു, 2-3 പൂക്കളുണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു പൂ പോലും ഇല്ല. പിന്നെ ഒരു മാൻഡിവില്ല പോവുകയും ചെയ്തു. പിന്നെ ഇത് ഞാൻ വാഴയില എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് അപ്പുറത്തേക്ക് 2 വാഴയില കിടപ്പുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലേക്ക്. അപ്പം ഞാനതൊന്ന് വെട്ടിക്കളഞ്ഞ്. വലിയ ഇലയാണ് ഇതിൻ്റെ, ഭയങ്കര കട്ടിയുമാണ്. പക്ഷേ കാറ്റടിച്ച് കഴിഞ്ഞാൽ പോലും അതങ്ങ് കീറിപ്പോവും. അത്രയും കട്ടിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊരു ആവശ്യത്തിന് സത്യം പറഞ്ഞാൽ എടുക്കാൻ പാടാണ്, എടുത്തു കഴിഞ്ഞാൽ അന്നേരം കീറിപ്പോവും. ഇത്രയും കട്ടിയും പിന്നെ ആ ഒരു വീതിയും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ വിനോടിനെ ചോറ് വിളമ്പാൻ വേണ്ടി ചോറ് പൊതിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇല എടുക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പം ഒരു കൊച്ചില മതി വിനോടിന്. പക്ഷെ ഞാനത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് നടന്നു വന്ന് ഒന്ന് പിടിച്ചപ്പോൾ തന്നെ അത് വീണ്ടും കീറിപ്പോയി. അപ്പോൾ പിന്നെ ഞാനതിനെ കളഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ഇല പിന്നെ പോയി ഞാൻ വെട്ടിയെടുത്ത കേട്ടോ. കാരണം നിറച്ച ഇല നിപ്പുണ്ട്, പക്ഷേ എല്ലാം കീറി ഇപ്പം നല്ല കാറ്റല്ലേ, അത് കാരണം എല്ലാം കീറിപ്പോയി. പിന്നെയാണ് ഞാനത് താഴെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അതെടുത്തിട്ട് പോയിട്ട് അടയുണ്ടാക്കാമായിരുന്നല്ലോ, ആ ചെറിയ ചെറിയ ഇലകളെ അടയുണ്ടാക്കാമായിരുന്നല്ലോ എന്ന് ഓർത്തു. പിന്നെ ഞാൻ വന്നിട്ടാണ് പൂരിയൊക്കെ കൈയും കാലും മുഖമൊക്കെ കഴുകി വീടിനകത്ത് കയറിയതിന് ശേഷം പിന്നെ ഞാൻ പൂരിയൊക്കെ ആക്കി. പൂരിയും കടലക്കറിയുമാണ് വെച്ചത് രാവിലെ. അപ്പോൾ അത് രണ്ടും ആക്കിയിട്ട് എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. അവരെല്ലാവരും കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ക്ലീനിങ് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഇന്ന് ഒരു ഉഴപ്പ് ദിവസമായി, രാവിലെ കുളിച്ച് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ ദിവസമായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. മുട്ടത്തോട് കുറേ അധികമായി കേട്ടോ. ഞാൻ ഇട്ട് വെക്കുന്ന ആ ഒരു ബാസ്ക്കറ്റിനകത്ത് നിറച്ചായി. ഇപ്പോൾ ഇടുമ്പോഴത്തേക്ക് താഴത്തേക്ക് പോകുമായിരുന്നു കേട്ടോ. ഇത്രയും നിറച്ച് മുട്ടത്തോടാണേ. അപ്പോൾ ഇനി അതെല്ലാം കൂടെ ഒരു കവറിലോട്ട് ഇട്ടതിന് ശേഷം അതിനെ ചവിട്ടി ഞാൻ അതിനെ പൊടിച്ച് കളഞ്ഞു. പിന്നെ ഇനി ആവശ്യമുള്ളപ്പം പഴയ മിക്സിയുടെ ജാറിൽ പൊടിച്ചങ്ങെടുക്കും.
അതാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് എടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഞാൻ അമ്മയ്ക്കും കൊടുത്തു വിടും, പിന്നെ അങ്ങോട്ട് ഗാർഡനിലേക്കും കൊടുത്തു വിടും കേട്ടോ പൊടിച്ചിട്ട്. അമ്മ വരുമ്പോൾ ഞാൻ കൊടുത്തു വിടാറുണ്ട്. പിന്നെ ഞാനത് അവിടെയെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് അത് എല്ലാം കൂടി എടുത്തപ്പോഴത്തേക്ക് അവിടെയെല്ലാം പൊടിയായി. പിന്നെ പൂച്ചയ്ക്ക് ഞാൻ അവിടെ വെള്ളം വെക്കും. പിന്നെ ഇത് കിളികൾക്ക് ഇച്ചിരി വെള്ളം അതിലേ വെക്കാമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ടിൽ വെച്ചത് കുഞ്ഞി ഒരു കിളിയെ അവിടെ അടുപ്പിക്കാറില്ല. ഇനി ഞാൻ പിന്നെ ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും കുഞ്ഞിതേ എൻ്റെ കൂടെ ഫുൾ ടൈം ഇങ്ങനെ നടക്കുകയാണ്, എവിടെയാണ് ഏത് പൂച്ചയാണ് വരുമ്പോൾ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനിത് മണ്ണെണ്ണ മേടിക്കാനൊരു കുപ്പി എടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇട്ടയാണ്. അപ്പോഴത്തേക്ക് അതങ്ങ് ഉരുണ്ട് വെളിയിൽ പോവുകയാണെങ്കിൽ പിന്നെ ഞാനിനി പോയി താക്കോലൊക്കെ എടുത്തുകൊണ്ട് വന്ന് തുറക്കണമല്ലോ. അപ്പോൾ ഓടിപ്പോയി അതെടുത്താണ്. കാരണം അവിടെ റേഷൻ കടയിൽ ആളുണ്ടായിരുന്നേ. അപ്പോൾ അവർ പോയതിന് ശേഷം പിന്നെ മതിൽ വഴി മേടിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേൺ നട്ടില്ലേ, അപ്പോൾ അത് അവിടെ ഒരു വെയിലത്തായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതിനെ ഇങ്ങെടുത്തുകൊണ്ട് വന്നാൽ പിന്നെ കുറച്ച് അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് പുല്ലുകളൊക്കെ കിളിച്ച് തുടങ്ങി. അപ്പോൾ അതിനെ എല്ലാം എടുത്തൊന്ന് കളഞ്ഞ് പിന്നെ ഇതൊന്ന് തണലത്തോട്ട് മാറ്റി വെക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒരു അവിടെ നിന്നൊരു ഇത് പോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഇനിയിപ്പം കുറേ ദിവസമായിട്ട് കേട്ടോ അവിടെ ഒരു ചെടി മാറി ഇരിപ്പുണ്ട്. അതിനെ ഞാനൊന്ന് നടണമെന്ന് വെച്ചിട്ട് കുറേ ദിവസമായി, ഇതുവരെ നട്ടില്ല. പിന്നെ ഇത് കണ്ട, ഇതിൽ നിറച്ച് പൂക്കളായേ. ഇങ്ങനെ ശരിക്കും ഹാങ്ങിങ് പോട്ടിൽ ഇടുമ്പോഴാണ് അതിൻ്റെ ഭംഗി കേട്ടോ. വെറുതെ താഴെ വെക്കുമ്പോൾ ഇത്ര ഭംഗിയായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് രണ്ടിലും പൂക്കൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളവും DAP ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നല്ലോ, ഞാൻ ഇതിലും DAP ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഇതിനെല്ലാത്തിനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതുവഴി കുപ്പി കൊടുക്കുകയാണ് കേട്ടോ മണ്ണെണ്ണയ്ക്ക് വേണ്ടി. ഞാൻ നേരത്തെ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി പിന്നെയും പോയി മേടിക്കാനായിട്ട്. അപ്പം അവിടുത്തെ പുള്ളിയോട് അണ്ണനോട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അതുവഴി വന്ന് തരും. അപ്പോൾ എനിക്ക് പിന്നെ പുറത്തൂടെ ഇറങ്ങി പോകണ്ട. നിന്ന നേരത്തിന് ഞാൻ മണി പ്ലാന്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുരുങ്ങിക്കിടന്നേ, അതിനെയൊക്കെ ഒന്ന് നേരെയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണെണ്ണയും മേടിച്ചിട്ട് വന്നു. ഞാൻ 2-3 മാസം റേഷൻ മേടിച്ചില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മണ്ണെണ്ണ അത്രയും പോയപ്പോൾ പിന്നെയാണ് ഞാൻ ഓർത്ത മണ്ണെണ്ണയെങ്കിലും മേടിക്കണമല്ലോ എന്ന്. അങ്ങനെ പിന്നെ മണ്ണെണ്ണയൊക്കെ മേടിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ബാക്കി ചെടിയും കൂടെ നട്ട് വെച്ചേക്കാം. ഇപ്പോൾ നല്ല ഉച്ച സമയമാണ്, 12:30 ആ സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് നടാനായിട്ട് കുറേ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ സ്പൈഡർ പ്ലാന്റ് എനിക്കിങ്ങനെ ഒരു ദിവസം കുഞ്ഞി ഒരു ചെടി പൊട്ടിച്ചായിരുന്നല്ലോ, ചെടിച്ചട്ടി പൊട്ടിച്ചായിരുന്നല്ലോ, അതെടുത്ത് അങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ്. അത് ഇതുവരെ നട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അതും ഒരു കുഞ്ഞ് ഇതിനകത്തോട്ട് പോട്ടിലേക്ക് നട്ട് വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് എന്തായാലും അതിൽ നിന്ന് മണ്ണ് മാറ്റണമല്ലോ കുറേ. അപ്പോൾ ഞാൻ അതിൻ്റെ നടുഭാഗത്തു നിന്ന് കുറേ മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഈ ചെടി എടുത്ത് അതിനകത്തോട്ടേക്ക് നട്ട് വെക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറേ ആയി നഴ്സറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതങ്ങനെ വെച്ചിരുന്നതാണ്. പിന്നെ കുറേ അതിനകത്ത് ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആയില്ലേ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ അത് കുറേ വാടി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇപ്പം ഉച്ചയ്ക്കാണെങ്കിലും അങ്ങ് ചെയ്യുന്നത്. പിന്നെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ മണ്ണ് തിരിച്ച് അതിനകത്ത് ചുറ്റും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്. ഇത് കണ്ടോ, അതിൻ്റെ അടിയിൽ കൂടെ ആണ് അത് പുതിയൊരു നാമ്പ് വന്നിരിക്കുന്നത്. അകത്ത് വന്നിട്ടില്ല, പക്ഷേ അടിയിൽ കൂടെ വേര് വന്നിട്ട് അതിൽ ഒരു കുഞ്ഞു തളിർപ്പ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഞാൻ അതിനെ കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ചിട്ടാ. പിന്നെ ആ ഒഴിഞ്ഞ ചട്ടിയിലോട്ട് പിന്നെ വെറുതെ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിനകത്തും ഒരു ചെടി നട്ട് വെച്ചു. പിന്നെ അത് ഞാൻ അവിടെ ഇതിൽ വെച്ചിരുന്നതാണ്, കയറി വരുന്ന ഭാഗത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ വെച്ചു എന്നാൽ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു, അതിനെ കൂടെ നട്ട് വെച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ കുഞ്ഞ് ഇവിടെ ഇങ്ങനെ ഓടിക്കളിച്ച് അവിടെ എൻ്റെ ചെടിയുടെ ഒക്കെ മണ്ടയെല്ലാം ഇങ്ങനെ താഴോട്ട് ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ അത് ഒരു കമ്പൊക്കെ കുത്തി വെച്ചിട്ട് അതൊന്ന് കെട്ടി വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് അവിടെയെല്ലാം ഒന്ന് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഇവിടെ നിന്ന് മാറ്റി ഒന്ന് വേറെ ഒരു രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യണം.
പിന്നെ ഞാൻ നട്ടതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എല്ലാം ഒന്നും കൂടെ ഒന്ന് തൂത്ത്, കാരണം മണ്ണായി അവിടെയെല്ലാം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് തൂത്തു. അപ്പോഴത്തേക്ക് തന്നെ വീണ്ടും അവിടെ എല്ലാം പുളിയുടെ പൂക്കളും ഇലയും എല്ലാം കൂടെ വന്ന് വീഴും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചതിന് ശേഷമാണ് കയറിപ്പോയത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.